കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ ജോത്സ്യരെ പണം കൊടുത്ത് സ്വാധീനിച്ച് കളവ് പറയിപ്പിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുക, ആ ഗുരുതരമായ കുറ്റത്തിന് രാജാവ് നമുക്ക് മാപ്പ് തരാൻ പോകുന്നില്ല. നമുക്ക് മേൽ രാജകോപം ഉണ്ടാകാൻ പാടില്ല. അതിനിപ്പോ എന്താ മാർഗം? മീനാക്ഷിക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള വിലക്ക് നാം പിൻവലിച്ചിരിക്കുന്നു എന്ന് അവളെ അറിയിക്കുക. മീനാക്ഷിയെയും വള്ളിയമ്മയെയും ക്ഷേത്രത്തിൽ വരുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അങ്ങുനെ പോലെ അത്യുന്നത നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി ഇത്തിരി പോന്ന മീനാക്ഷിക്കും വള്ളിയമ്മയ്ക്കും മുമ്പിൽ ആ അടിയറവ് പറയാനോ? ലജ്ജാവഹം. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മുറിയാതിരിക്കാൻ നാം ആരുടെ മുമ്പിലും അടിയറവ് പറയും. മേലധികാരി എന്ന സ്ഥാനമില്ലെങ്കിൽ ഈ കരികാലൻ വെറും ഉറുമ്പുകാലൻ മാത്രം. എത്രയും പെട്ടെന്ന് നമ്മുടെ തീരുമാനം മീനാക്ഷിയെയും വള്ളിയമ്മയെയും അറിയിച്ചിരിക്കണം. മനസ്സിലായല്ലോ? എത്രയും പെട്ടെന്ന്. എത്ര പെട്ടെന്നാണ് ഒരു വലിയ പർവ്വതം വെറും ചിതൽപുറ്റായി പോയത്. സ്ഥാനമാനങ്ങൾ നിലനിർത്താനുള്ള മനുഷ്യന്റെ വ്യഗ്രതയെ എത്രയും പെട്ടെന്ന് മീനാക്ഷിയും കൂട്ടരെയും വിവരം അറിയിച്ചേക്കണം. ഗുണാളന്റെ ശക്തമായ ശുപാർശയാണ് അധികാരിയുടെ മനസ്സ് മാറ്റിയതെന്നും തട്ടിമ വിളിച്ചേക്കാം. മീനാക്ഷി പക്ഷത്തും കിടക്കട്ടെ ഗുണാളനോടൊരു കടപ്പാട്. വള്ളിയമ്മേ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. അല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അമ്മ നല്ല വിഷമത്തിലായിരുന്നു. ഇപ്പൊ നല്ല സന്തോഷത്തിലാണല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ പോയത് പുഴയ്ക്കക്കരെയുള്ള ശിവക്ഷേത്രത്തിലേക്കാണല്ലോ. അതെ. എങ്കിൽ ഐശ്വര്യമായിട്ട് മീനാക്ഷിയുടെ കൈകൊണ്ട് തന്നെ അമ്മയ്ക്ക് പ്രസാദം ചാർത്തുക. ഇനി സന്തോഷവാർത്ത പറമുത്തശ്ശി. ഗുണാളൻ ഇവിടെ വന്നിരുന്നു. കരികാലൻ മേലധികാരിയുടെ ദൂതനായിട്ടാ വന്നത്. നിനക്കും ഞങ്ങൾക്കും മേലിൽ ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ള വിലക്ക് അധികാരി പിൻവലിച്ചിരിക്കുന്നു അത്രേ. എത്രയും പെട്ടെന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെന്നും അധികാരി അറിയിച്ചിരിക്കുന്നു. ദംശിച്ച പാമ്പ് തന്നെ വിഷം തിരിച്ചെടുത്തല്ലോ അമ്മേ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കരികാലൻ പത്തി മടക്കി നമ്മളെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അയാളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ശക്തമായ ഒരു ദുഷ്ടാന്തം ഭഗവാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ടാവണം. അധികാരി നമ്മളെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കാനുള്ള കാരണം മുത്തശ്ശി ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ എന്നാലും എന്താണെന്ന് അറിയില്ല. ഗുണാളൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. ക്ഷേത്രത്തിൽ ചെന്നാൽ അറിയാം. വൈകിക്കണ്ട മീനാക്ഷി, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. പോകാം. മീനാക്ഷി ചേച്ചിക്ക് നമുക്കും പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കാൻ കരികാലനും കൂട്ടരും കവാടത്തിൽ കാത്തു നിൽപ്പുണ്ടാവും. അതെ അതെ. മൂന്നു പേർക്കും ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഒടുവിൽ കടിച്ച പാമ്പ് തന്നെ വിഷം വലിച്ചെടുത്തിരിക്കുന്നു. ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് വിളിപ്പിച്ചു എന്ന് കേട്ടതും മീനാക്ഷി പറഞ്ഞതും ഇതേ വാചകം തന്നെ. ഭഗവാന്റെ സമക്ഷത്തിൽ ഒരേ മനസ്ഥിതിയുള്ളവർ ഒരുപോലെ കാര്യങ്ങൾ വിലയിരുത്തുന്നു. എന്തായാലും
നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വീണ്ടും അനുമതി നൽകിയോടെ കരികാലന്റെ ഉള്ളിൽ നിന്നും അസാരം കരി പുറത്തു പോയിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് അധികാരി ഞങ്ങളെ തിരിച്ചു വിളിക്കത്തക്കവണ്ണം ക്ഷേത്രത്തിൽ എന്തത്ഭുതമാണ് തിരുമേനി സംഭവിച്ചത്. ആ താമ്പൂല ജ്യോത്സ്യൻ കരഞ്ഞു വിളിച്ചോടെ വന്നിരുന്നു ഭഗവാന്റെ സമക്ഷത്ത് വെച്ച് നമ്മോട് സത്യം ബോധിപ്പിക്കാൻ. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് വെറ്റിലയിൽ കരിമിഷ പുരട്ടി അയാൾ വ്യക്തമായി കാട്ടിത്തന്നു. ധാരയ്ക്കുള്ള ജലത്തിൽ മുടിയിഴകളിട്ടതും നിവേദ്യത്തിലുള്ള അരിയിൽ കല്ലും മണ്ണും വിതറിയതും വളർമതിയായിരുന്നു. വളർമതി അത് ചെയ്യുന്ന കാഴ്ച വെറ്റിലയിൽ നാം നന്നായി തെളിഞ്ഞു കണ്ടു. മേലധികാരിയുടെ ഒത്താശയോടെ മീനാക്ഷിയുടെ ശത്രുക്കളായ ശിവകാമിയും മണിമേഖലയും ജോത്സ്യന് പിടിപ്പണം കൊടുത്താണ് വ്യാജഫലം പറയിച്ചത്. ഭഗവാന്റെ സമക്ഷത്തിൽ താമ്പൂല പ്രശ്നം വെച്ച് വ്യാജഫലം പറയിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. അത് നാം രാജസമക്ഷം അറിയിച്ചാൽ കരികാലന്റെ കഴുത്തിൽ തല കാണില്ല. ആ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടാണ് കരികാലന് മനമാറ്റം ഉണ്ടായത്. വള്ളിയമ്മയോടും മീനാക്ഷിയോടും ആലോചിച്ചിട്ടാകാമെന്ന് വെച്ചു. അല്ല, ആ ജോത്സ്യനെയും കൂട്ടി തിരുമനസിനെ വിവരമറിയിച്ചാലോ? ഉറ്റ സ്നേഹിതനായ കരികാലന് രാജാവ് വധശിക്ഷ വിധിക്കില്ലായിരിക്കും. മേലധികാരി സ്ഥാനം എന്തായാലും തെറിച്ചിരിക്കും. നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അതെങ്കിലും നാം ചെയ്യണ്ടേ? വേണ്ട തിരുമേനി, ജോത്സ്യനെല്ലാം തുറന്നു പറഞ്ഞാൽ പിടിപ്പിണം കൊടുത്ത ശിവകാമിയും മണിമേഖലയും ശിക്ഷിക്കപ്പെടും. എന്നെ എത്ര ദ്രോഹിച്ചാലും അവരെ ദ്രോഹിക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. ദ്രോഹിക്കുന്നവരെയും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനേ മീനാക്ഷിക്ക് കഴിയൂ. ഒന്നും മഹാരാജനെ അറിയിക്കേണ്ടെന്നാണ് എന്റെയും അഭിപ്രായം. ഞങ്ങളെ തിരിച്ചു വിളിപ്പിച്ച ഭഗവാന് കോടി നന്ദി അറിയിക്കണം തിരുമേനി. പ്രാർത്ഥിച്ചോളൂ. ഒന്ന് നിൽക്കുക. നാം പരാജയം സമ്മതിച്ച് തിരിച്ചു വിളിച്ചു എന്ന ഒരു വിജയച്ചിരി ആ മുഖത്ത് കാണാനുണ്ട്. വേണ്ട, ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണ്. ഭഗവാൻ മീനാക്ഷിക്കൊപ്പം ഉള്ളിടത്തോളം കാലം അത്തരം ഒരു കൊടുങ്കാറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മേലധികാരിക്കെതിരെ അഴിച്ചുവിടാനുള്ള ഒരു കൊടുങ്കാറ്റ് ഇപ്പൊ മീനാക്ഷിയുടെ പക്കലുണ്ട്. നമുക്കെതിരെ കൊടുങ്കാറ്റോ? അതെന്താ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. മീനാക്ഷിക്കും വള്ളിയമ്മയ്ക്കും അധികാരി അങ്ങൊന്ന് ക്ഷേത്രം വിലക്കിയപ്പോ എനിക്ക് എന്തു സങ്കടമായിരുന്നു. അങ്ങൊന്നിന് സൽബുദ്ധി തോന്നി വിലക്ക് നീക്കിയല്ലോ. അതറിഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷമായി. മീനാക്ഷി, എന്താ മീനാക്ഷി ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ധാരയ്ക്ക് കൊണ്ടുവച്ച വെള്ളത്തിൽ വളർമതി എപ്പോഴാ മുടിയിഴകൾ ഇട്ടത്? എപ്പോഴാ അരിയിൽ കല്ലും കട്ടയും വിതറിയത്? അയ്യോ മീനാക്ഷി, എന്തായി പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ജോൾസിന് ഭ്രാന്തായപ്പോ ചുമ്മാ വിളിച്ചു കൂവിയതല്ലേ. അയാൾക്ക് താമ്പൂല ജോൾസ് ഒന്നും അറിയില്ലെന്നേ. ശുദ്ധ തട്ടിപ്പുകാരനാ.
അയാളെ വിളിച്ചു പറഞ്ഞത് വിശ്വസിച്ച് എന്നെ തെറ്റിദ്ധരിക്കല്ലേ മീനാക്ഷി? ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് വളർമതി. മുൻപ് 2 നാരങ്ങ മോഷ്ടിച്ചപ്പോഴുണ്ടായ അനുഭവം വളർമതിക്ക് ഓർമ്മയില്ലേ? വളർമതിയുടെ വായിൽ നിന്നും 2 നാരങ്ങയും ഭഗവാൻ പുറത്തെടുത്തു. അതിലും വലിയൊരു തിരിച്ചടി ഭഗവാൻ വളർമതിക്കായി കരുതി വെച്ചിട്ടുണ്ട്. അതെന്താ? സമനില തെറ്റി വെള്ളത്തിൽ മുടിയിട്ടത് ഞാനാണേ, അരിയിൽ കല്ലിട്ടത് ഞാനാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവി പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും നടക്കുന്ന വളർമതിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളത്തിൽ മുടിയിട്ടത് ഞാനാ, അരിയെ കല്ലിട്ടത് ഞാനാ, വെള്ളത്തിൽ മുടിയിട്ടത് ഞാനാ, അരിയെ കല്ലിട്ടത് ഞാനാ. അയ്യേ, അത് വളരെ തരംതാണ ഒരു അവസ്ഥയല്ലേ? ആണോ? ആ അവസ്ഥ ഉണ്ടാവാതെ ഇരിക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള ദുഷ്ടപ്രവൃത്തികൾ അവസാനിപ്പിക്കണം. ഭൈരവി, ഭൈരവി, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ആ ദുഷ്ടക്കിളവിക്കും മീനാക്ഷിക്കും വീണ്ടും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയെന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണോ? വിലക്ക് നീക്കാൻ മേലധികാരിയും എതിരേറ്റ് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ഗുണാളനും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അങ്ങുന്നിന്റെ അവസ്ഥ ഇവിടുന്ന് മനസ്സിലാക്കണം. മനസ്സിലായി. സിംഹത്തിന്റെ ഊറ്റുമൊക്കെ വെറും പ്രകടനമാണെന്ന്. നൊട്ടലില്ലാത്ത മേലധികാരി. ഭൈരവി, നീ നമ്മുടെ അനന്തരവളായതുകൊണ്ടാ നാം ഇതൊക്കെ ക്ഷമിക്കുന്നത്. വാസ്തവസ്ഥിതി എന്താണെന്ന് നീ മനസ്സിലാക്കണം. ആ ജ്യോത്സ്യനാണ് നമ്മളെ ചതിച്ചത്. നിവേദ്യ സാധനങ്ങൾ അശുദ്ധമാക്കിയത് വളർമതിയാണെന്ന സത്യം അയാൾ മേൽശാന്തി അറിയിച്ചു. ഓ, ജോത്സ്യൻ ആദ്യം ഒരു ഫലം പറഞ്ഞു, പിന്നെ രണ്ടാമത് വന്ന് മാറ്റി പറഞ്ഞ മേൽശാന്തി അത് വിശ്വസിക്കോ? ജോത്സ്യൻ മാറ്റി പറയുകയല്ല ചെയ്തത്. വളർമതി ധാരയ്ക്കുള്ള വെള്ളത്തിൽ മുടിയിടുന്നതും നിവേദ്യത്തിനുള്ള അരിയിൽ കല്ലും നെല്ലും മൺകട്ടയിടുന്നതുമായ ചിത്രങ്ങൾ കരിപുരട്ടിയ വെറ്റിലയിൽ വരുത്തി കാട്ടിക്കൊടുത്തു. അതേ ഭൈരവി, കണ്ണാടിയിൽ കാണും പോലെ ദൃശ്യങ്ങൾ വെറ്റിലയിൽ വരുത്തി കാണിക്കാനുള്ള പ്രാഗൽഭ്യമുള്ളവനാണ് ആ ജ്യോത്സ്യൻ. നടന്ന സംഭവം കണ്ണിൽ കണ്ടാൽ ആരും വിശ്വസിക്കില്ലേ? ഈ സത്യം മേൽശാന്തി രാജാവിനെ അറിയിച്ചാൽ നമുക്ക് പന്തീറിട്ടാണാവോ ശിരച്ഛേദമോ ആയിരിക്കും ശിക്ഷ. വള്ളിയമ്മയും മീനാക്ഷിയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചതോടെ മേൽശാന്തിക്ക് ബഹുതൃപ്തിയായി. ഇനി അയാൾ രാജസമക്ഷത്ത് പോയി ഒന്നും ബോധിപ്പിക്കാൻ പോകുന്നില്ല. എന്താ, അമ്മാമ്മയുടെ ജീവരക്ഷ ഉറപ്പായതിൽ ഇപ്പോ ആശ്വാസം തോന്നുന്നില്ലേ? ഞാൻ എങ്ങനെ ആശ്വസിക്കാൻ? ആ നശിച്ച തള്ളയ്ക്കും പേരക്കുട്ടിക്കും മീനാക്ഷി വീണ്ടും ആശ്രയം നൽകിയതോടെ എന്റെ കണക്കുകൂട്ടലുകൾ അമ്പെ തെറ്റിയിരിക്കുന്നു. ആ കിളവിയെ കൊണ്ട് ആധാരം മാറ്റി എഴുതിക്കുന്നത് വരെ അവർക്ക് അഭയം കൊടുക്കുന്നവർ ആരായാലും അവരെന്റെ ശത്രുക്കൾ തന്നെ ആയിരിക്കും. നാം നിനക്ക് ശത്രുവാണെന്നോ? അതെ. പിടിവള്ളിയാകേണ്ടവർ കൈവിട്ടപ്പോ എന്ത് ന്യായങ്ങൾ നിരത്തിയാലും നിങ്ങൾ എന്റെ ശത്രു തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ഭൈരവി പിന്മാറാൻ പോകുന്നില്ല. തള്ളയെ ഒടുക്കാൻ ഞാൻ മറ്റു വഴികൾ നോക്കിക്കോളാം. പൊയ്ക്കോ ഭൈരവി. നാം ഒന്നും എനിക്ക് കേൾക്കണ്ട, കടന്നു പൊയ്ക്കോ. അങ്ങനെ അനന്തരവളും അങ്ങ് ശത്രുവായി. ഗുണാള, അവളെ ഒന്ന് തണുപ്പിക്കണമല്ലോ. ഇപ്പൊ തണുപ്പിക്കാൻ നിന്ന തിളച്ച വെള്ളത്താൽ അഭിഷേകമായിരിക്കും ഫലം. ഭൈരവിയിലെ പെൺസിംഹം സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുക. സ്ഥലം വിടാങ്ങുന്നേ, ഞാൻ പുറത്തേക്കാം.
ശിവശംഭോ. ദീനദയാലോ, ദീനബന്ധോ, ദിനമണി എന്ന ഈ യാചകൻ അനുഗ്രഹം തേടി വന്നിരിക്കുകയാണ്. അടിയനെ ഒന്ന് കടാക്ഷിക്കണേ. ജനങ്ങൾക്കെല്ലാം ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവുന്നവർക്കെല്ലാം വാരിക്കൊരി ഭിക്ഷ നൽകാനുള്ള മനസ്സും ഉണ്ടാവണം. അതിന് അങ്ങൊന്ന് മനസ്സ് വച്ചാൽ ഈ ഉള്ളവന്റെ ഭിക്ഷാപാത്രം നിറയും. അടിയന്റെ കുടിലിലെ കരിക്കലം നിറഞ്ഞു തുളുമ്പണം. അതിനുള്ള ഭാഗ്യം ഉണ്ടാവണേ ഭഗവാനെ. ഭഗവാന്റെ വിഹിതം അടിയൻ കൃത്യമായിട്ട് ഭണ്ഡാരപ്പെട്ടിയിലിട്ടോളാം. അനുഗ്രഹിക്കണേ. അടിയൻ ഭിക്ഷ യാചിക്കാൻ പോകുക. നിരാശപ്പെടുത്തരുതേ ഭഗവാനെ. വിശപ്പും ദാഹവും അകറ്റണേ സർവശക്ത ഭഗവാനെ. അടിയൻ ശിവനെ മാത്രം ഭജിക്കുന്ന ശിവഭക്തനായ ദിനമണിയാണേ. യഥാശക്തി കനിഞ്ഞ് ദാനം ചെയ്യണേ. ഒരു നാണയം ഭഗവാന് ഭണ്ഡാരത്തിൽ, മറ്റൊരു നാണയം ദിനമണിക്ക് ഈ കീറത്തുണിയിൽ ഇട്ടോളൂ. നിങ്ങൾക്ക് 100 കോടി പുണ്യം കിട്ടും. ആയിക്കോട്ടെ. ഈ കാൽക്കാശിന് 100 കോടി പുണ്യം. ഈ യാചകന് ഭിക്ഷ നൽകിയാൽ ഇല്ലായ്മക്കാരും യജമാനന്മാരാകുമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഭിക്ഷ നൽകണേ ഭഗവാനേ. ഇവർക്ക് വേണ്ടവിധ പുണ്യം കൊടുക്കണേ, രക്ഷിക്കണേ. 41 ദിവസം വ്രതം വരുന്നാലും നിനക്കൊന്നും ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ലടാ ഭഗവാനേ. ഭഗവാനെ ഭിക്ഷ നൽകണേ. കന്യകമാരായ കുട്ടികൾ ഭിക്ഷ നൽകിയാൽ ഭാവിയിൽ ഉന്നത സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള മംഗല്യ യോഗമാണ് ഫലം. ഭിക്ഷ നൽകണേ ഭഗവാനെ. രക്ഷപ്പെട്ടു കുട്ടികളെ. നിങ്ങൾ ഈ യാചകന് ഭിക്ഷ ഇട്ടതോടെ നിങ്ങളുടെ മംഗല്യ സൗഭാഗ്യം ഭഗവാൻ മുകളിൽ നിന്ന് എഴുതി വെച്ചു കഴിഞ്ഞു. എന്നെ ആരായിരിക്കും ഭാവിയിൽ വിവാഹം കഴിക്കുക? എന്റെ ഭാവി കാര്യത്തെ കുറിച്ച് ഭഗവാൻ എന്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക? അത് പിന്നെ സൗഭാഗ്യം, സർവത്ര സൗഭാഗ്യം. ചേച്ചി ഇവിടെ ഭിക്ഷയെ സ്വീകരിക്കൂ. ഭാവി ഫലം പറയില്ല. കുട്ടികളെ വിളിച്ചോണ്ട് എത്രയും വേഗം കടന്നു പോകൂ ചേച്ചി. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്തെങ്കിലും മാന്യമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കരുതോ? ചേച്ചി, സുഖമായി ജീവിക്കാനുള്ള പണം എനിക്കെന്നും ഭിക്ഷ തണ്ടി കിട്ടുന്നുണ്ട്. അത് ശിവഭക്തനായ എനിക്ക് ഭഗവാൻ നേരിട്ട് തരുന്നതാ. എന്താണ് അതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? നീ ഭിക്ഷ തണ്ടി ജീവിച്ചാ മതി, മറ്റൊരു തൊഴിലിനും പോകരുത് എന്നല്ലേ? ശംഭോ മഹാദേവ. കൊള്ളാം. അറിവില്ലാത്ത ഈ കുട്ടികളുടെ ചോദ്യം കേട്ട് ക്ഷമിക്കണമേ. ആരും കൈവിടരുതേ. എന്തെങ്കിലും തന്ന് സഹായിക്കണേ. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ്. ദേവ, അങ്ങയുടെ ഉത്തമ ഭക്തനായ ദിനമണിയുടെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ? എത്ര കാലമായി ഭിക്ഷ എടുത്ത് അയാളും കുടുംബവും അർദ്ധപട്ടിണിക്കാരായി ജീവിക്കുന്നു. അയാൾക്ക് വരവും ധനവും നൽകി അനുഗ്രഹിക്കാൻ എന്തേ ഇത്ര കാലവിളംബം?
അതിനുള്ള കാലവിളംബം അയാളുടെ കഷ്ടകാലവുമായി അനുഭവയോഗ്യമില്ലായ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദേവി. ദേവ, ഒഴിവു കഴിവുകളൊന്നും പറയരുത്. ദിനമണിയുടെ ഭാര്യ ചീതമ്മയും നമ്മളെ ഉള്ളഴിഞ്ഞു ഉപാസിക്കുന്നവളാണ്. അവരുടെ കുടിലിൽ നമ്മുടെയും അങ്ങയുടെയും വിഗ്രഹങ്ങൾ വെച്ച് അവർ നിത്യവും പൂജിക്കുന്നത് ദേവനും കാണുന്നുണ്ടല്ലോ. വൈകുണ്ഠനാഥൻ കുചേലനെയും പത്നിയും ധനാഢ്യരാക്കിയതുപോലെ നമുക്ക് ദിനമണിയും ചീതമ്മയും കൈ പിടിച്ചുയർത്തുക തന്നെ വേണം. ദേവിയുടെ ആവശ്യം തികച്ചും ന്യായം തന്നെ. ദേവി, എത്രയോ ദിനങ്ങളായി വിശന്നു വലയുന്ന ഒരു ഭക്തന് ധനാഢ്യനായ ഒരാൾ ഒരു പാത്രം നിറയെ സ്വാദിഷ്ടമായ പാൽപ്പായസം നൽകുന്നു. ഭക്തനത് ആർത്തിയോടെ കുടിക്കാൻ ഉയർത്തിയതും മുകളിൽ നിന്ന് ഒരു നാളികേരം വന്ന് പതിച്ച് പായസം മുഴുവൻ നിലത്ത് ചെളിയിൽ തൂവിപ്പോകുന്നു. ഇതിൽ നിന്നും ദേവി എന്തു മനസ്സിലാക്കുന്നു? ആ പാൽപ്പായസം കഴിക്കാൻ ആ ഭക്തന് വിധിയില്ല, യോഗമില്ല. അത് അയാൾക്ക് ഒരിക്കലും വിധിക്കപ്പെട്ടതല്ല എന്ന് സാരം. അതുപോലെ ദിനമണിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വച്ച് നീട്ടിയാലും നാളികേരത്തിന്റെ രൂപത്തിലല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിബന്ധം വന്ന് തട്ടിത്തെറിപ്പിച്ചിരിക്കും. വൃഥ വരവും സൗഭാഗ്യവും വച്ച് നീട്ടണോ ദേവി? എന്നാലും ദേവ, നമ്മുടെ മനസ്സിൽ അങ്കുരിച്ച ഒരാഗ്രഹം. അങ്ങനെ ആകട്ടെ. നമുക്കുടനെ വേഷപ്രച്ഛന്നരായി ഭൂലോകത്ത് പോയി ദിനമണിയെ കാണാം. വേണ്ടുവോളം ധനം വച്ച് നീട്ടാം. സംഭവിക്കുന്നത് എന്താണെന്ന് ദേവിയെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ആകട്ടെ ദേവ.